കുറേ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ കണ്ണാടിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. എപ്പോഴും കണ്ണാടിയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതലായിട്ട് മുന്നിട്ട് ഇല്ല, അങ്ങനെയില്ല. എല്ലാത്തിനോടും, കണ്ണാടിയോടും പ്രായരിയോടും മാത്തൂരിനോടും മുനിസിപ്പാലിറ്റിയോടും തുല്യമായ സ്നേഹമാണ് എല്ലാത്തിനോടും. അത് നിങ്ങൾ കണ്ണാടിയിലെ വാർത്തകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്. അത് നിങ്ങൾ കണ്ണാടിയോട് എന്തോ പ്രത്യേകമായ താല്പര്യം നിങ്ങൾക്കുണ്ട്, ആ താല്പര്യം ഞങ്ങൾക്കുണ്ട്. കണ്ണാടി ഞങ്ങൾ തിരിച്ചു പിടിക്കും, കണ്ണാടി തിരിച്ചു പിടിക്കും, മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കും, പ്രായരിയും മാത്തൂരും നിലനിർത്തും. ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഷൻ നേരിട്ട ആ ഒരു സാഹചര്യത്തിൽ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതൊക്കെ കുറച്ച് ഒരു ആക്ഷേപങ്ങൾക്ക്, ചിലർക്കെങ്കിലും ഒരു അതൃപ്തിക്കൊക്കെ കാരണമായിട്ടിരുന്നു. അതൃപ്തി നിങ്ങൾക്കല്ലേ? നിങ്ങളുടെ അതൃപ്തി ഞങ്ങൾ നോക്കുന്നില്ല. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൃപ്തിയില്ല. പിന്നെ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അതൃപ്തിയില്ല. മാധ്യമങ്ങളുടെ അതൃപ്തി ഒരു കാലഘട്ടത്തിലും ഞാൻ ഗൗനിച്ചിട്ടുള്ള ഒരാളല്ല. എപ്പോഴെങ്കിലും ഇപ്പം എപ്പോഴും രാഹുലിനോട് ഈ ഷാഫി പറമ്പിൽ MP മുൻപ് MLA ആയിരുന്ന കാലഘട്ടം തൊട്ട് തന്നെ പാലക്കാട്ടുകാർ നൽകുന്ന ഒരു സ്നേഹം ഉണ്ട്. ആ സ്നേഹമാണ് എപ്പോഴും രാഹുലിന് കൂടി അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതെപ്പോഴും പല ഘട്ടത്തിലായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ആ സ്നേഹം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നുണ്ടല്ലോ പാലക്കാട് ഇറങ്ങുമ്പോഴുള്ള എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പാലക്കാടൻ ജനതയ്ക്ക് നല്ല രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള, നല്ല ക്ലാരിറ്റിയുള്ള മനുഷ്യന്മാരാണ്. അവർക്ക് ഓരോന്നിൻ്റെയും എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നല്ല ബോധ്യമുള്ള മനുഷ്യന്മാരായതുകൊണ്ടും പിന്നെ അതുപോലെ നിസ്സീമമായ സ്നേഹം തരുന്ന ആളുകളാണ്. ഏറ്റവും ആർദ്രമായ മനസ്സിൻ്റെ ഉടമകളാണ് അവർ. ശ്രീ ഷാഫി പറമ്പിലിന് ആ സ്നേഹം കൊടുത്തു, VK ശ്രീകണ്ഠന് കൊടുത്തു, എനിക്കും തരുന്നു എന്നുള്ളതിനകത്ത് വലിയ സന്തോഷമാണ്. ഈ നാടിൻ്റെ ജനപ്രതിയാകാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്ന ഘട്ടത്തിൽ അത് തന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് വിട്ട ഷാഫിക്കാക്ക് ചോദ്യം, ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയായതുകൊണ്ട് പലതരത്തിലുള്ള അതൃപ്തികളും പലതരത്തിലുള്ള എതിർപ്പുകളും നേരിടുന്നുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? രാഹുലിന്റെ മറുപടി ഇത്തരത്തിലായിരുന്നു. ആർക്കാണ് അതൃപ്തി? അതൃപ്തി നിങ്ങൾക്കാണ്, മാധ്യമങ്ങൾക്കാണ്. മറ്റാർക്കാണ് അതൃപ്തി ഉള്ളത്? മറ്റാർക്കും ഒരു അതൃപ്തിയും ഒരു എതിർപ്പും ആർക്കുമില്ല, സ്ഥാനാർത്ഥികൾക്കില്ല. ഞാൻ വോട്ട് ചോദിച്ച് അവരുടെ കൂടെ പോകുന്നതിൽ സ്ഥാനാർത്ഥികൾക്ക് ആർക്കും എതിർപ്പില്ല, അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ വീട് കയറുമ്പോൾ ഒരു വീട്ടുകാരനും ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല, അവർ സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും അത് കാണുന്നില്ലേ? യെസ്, കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാഹുൽ ഒരു മധുര പ്രതികാരം നടത്തുകയാണ്. ഇവരുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് പാലക്കാട്ടുകാര് ഇരു കൈയും നീട്ടി രാഹുലിനെ സ്വീകരിക്കുന്ന കാഴ്ച ഇവര് തന്നെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിടുന്നു. എന്നിട്ട് ആ ദൃശ്യങ്ങളെ മുൻനിർത്തി ഇവർ ചോദിക്കുകയാണ് അതൃപ്തിയാണല്ലോ എന്ന്. ആർക്കാണ് അതൃപ്തി എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല അല്ലേ? അല്ലെങ്കിലും രാഹുലിന്റെ കാര്യത്തില് കേരളത്തിലെ പൊതുസമൂഹത്തിനോ പാലക്കാട്ടുകാർക്കോ യാതൊരു വിധത്തിലുള്ള അതൃപ്തിയോ അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനത്തിന്റെ കാര്യമോ അത്തരത്തിലൊരു ചിന്തയോ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. ഈ പറയുന്ന വിവാദങ്ങളും ഈ പറയുന്ന പുകമറകളും ഈ പറയുന്ന ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്ന ഘട്ടത്തില് കേരളത്തിന്റെ പൊതുസമൂഹം രാഹുലിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലെ? അന്തംകമ്മി അടിമകൾ ഒരു ഭാഗത്ത് നിന്ന് തെറി വിളിച്ചു എന്നതല്ലാതെ അത് അന്തംകമ്മി അടിമകളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മാറ്റി നിർത്തും. കാരണം ആ അടിമകളെ നമ്മൾ ഒരിക്കലും കണക്കിൽപ്പെടുത്താറില്ല, കണക്കിൽ വിരലിലെണ്ണാറില്ല. നമ്മൾ സാധാരണ പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ അത്തരത്തിൽ പരിഗണനാ വിഷയമാകാറില്ല ഇത്തരത്തിൽ അന്തംകമ്മി അടിമകൾ. ആ അന്തംകമ്മി അടിമകളെ മാറ്റി നിർത്തിയാൽ കേരളത്തിന്റെ പൊതുസമൂഹം രാഹുലിനൊപ്പമായിരുന്നു. ഇവൻ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചവർ പോലും രാഹുലിനൊപ്പമായിരുന്നില്ലേ? അല്ലേ? ആണ്. ആരോപണം ഉന്നയിച്ചവർ രാഹുലിനൊപ്പമായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം മാധ്യമങ്ങളിൽ വന്ന് ആരോപണം ഉന്നയിച്ചു, മൈക്കിന് മുന്നിൽ വന്ന് ഞാൻ നെടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഗതികേടുണ്ടായ ആളുകള് അവര് ആ മൈക്കിന് മുന്നിൽ ഞാൻ ബോംബ് പൊട്ടിക്കുകയാണ് എന്ന് പറഞ്ഞ് പൊട്ടിച്ച ബോംബ് മൈക്കിന് മുന്നിൽ മാത്രമേ കണ്ടുള്ളൂ. അത് നിയമപരമായ ഒരു നടപടിയിലേക്ക് കടന്നു ചെന്നപ്പോ അതിന് ഞാനില്ല. എന്താ കാരണം? എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ കേട്ടതല്ലേ. ക്ലിപ്പ് പ്ലേ ചെയ്യിപ്പിക്കണോ? വേണ്ടല്ലോ, ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ ആരോപണം ഉന്നയിച്ചവർ രാഹുലിനൊപ്പമായിരുന്നു. കാരണം ആരോപണം ഉന്നയിച്ച വ്യക്തി രാഹുലിനൊപ്പമല്ലെങ്കിൽ ആ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. എന്തേ അവര് ആ നിയമ നടപടിയുമായി മുന്നോട്ട് പോവാത്തത്? കാരണം നിയമ നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ആദ്യം പ്രതിയാവാൻ പോകുന്നത് രാഹുലിനെതിരെ നടത്തിയ ഈ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുടെ ഭാഗമാവാൻ പോകുന്നത് ഈ പറയുന്ന ആളുകളാ.
അതുകൊണ്ടാണ് ആരോപണം ഉന്നയിച്ചവർ മെല്ലെ കൈ കഴുകി ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് മെല്ലെ അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോയത്. അതിനപ്പുറത്തേക്ക് ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവാതിരുന്നതും അതുകൊണ്ടാണ്. കാരണം അവർക്ക് എന്താ അറിയില്ലേ, ആരോപണം ഉന്നയിച്ച ഞാൻ നിയമ നടപടിയുമായി നിന്നില്ലെങ്കിൽ, അതിന് സഹകരിച്ചിട്ടില്ലെങ്കിൽ ഈ അന്വേഷണം എവിടെയും എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവർക്കറിയില്ലേ. അവർക്ക് അതും അറിയാം, അതിനപ്പുറം മറ്റൊന്നുകൂടി അറിയാം. എന്താണ്? സഹകരിച്ചില്ലെങ്കിൽ അന്വേഷണം എവിടെയും എത്തില്ല, വഴിമുട്ടുമെന്നത് അറിയുന്ന അവർ മറ്റൊരു കാര്യം കൂടി അതിനേക്കാൾ കൂടുതൽ അവർക്ക് അറിയുന്നതുണ്ട്. ഞാൻ സഹകരിച്ചു കഴിഞ്ഞാൽ കോടതിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കുഴഞ്ഞു മറിയും എന്ന് പറഞ്ഞാൽ, കോടതിയിലേക്ക് എത്തുമ്പോൾ അവിടെ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല, അവിടെ ഓഫ് കോഴ്സ് എന്താണെങ്കിലും രാഹുലിന്റെ കാര്യം പറയാൻ രാഹുൽ ഉണ്ടാകും, രാഹുലിന്റെ അഭിഭാഷകൻ ഉണ്ടാകും. അങ്ങനെ വരുമ്പോ ഇതിന്റെ ഗൂഢാലോചനകൾ പുറത്തേക്ക് വരും. ഈ ഉണ്ടാക്കിയെടുത്ത പുകമറകളൊക്കെ ഈ പറയുന്ന ആരോപണങ്ങളും വിവാദങ്ങളും തകർന്ന് തരിപ്പണമാകും. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പൊളിഞ്ഞ് തരിപ്പണമാകും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള പുകമറകൾ ഉണ്ടാവുകയും വേണം. അത് രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ആ വിവാദങ്ങളും പുകമറകളും നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇത്തരം അന്വേഷണവുമായി സഹകരിക്കാതിരിക്കണം. സഹകരിച്ചു കഴിഞ്ഞാല് അത് കോടതിയിലെത്തുമ്പോൾ വാദങ്ങളും മറുവാദങ്ങളും നടക്കുമ്പോൾ ഗൂഢാലോചനകൾ ഓരോന്നായി പുറത്തേക്ക് വരും. കാരണം ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ പറയുക, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഒരു ആരോപണം ഉന്നയിച്ച വ്യക്തി അത് സ്ഥിരീകരിക്കണമെങ്കിൽ കോടതിയിൽ ഈ പറയുന്ന തെളിവുകളും ഈ പറയുന്ന കാര്യങ്ങളും സമർപ്പിക്കേണ്ടതായിട്ട് വരും. അത് സമർപ്പിക്കാതെ വരുമ്പോൾ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്, ഒരാളെ തേജോവധം ചെയ്തത്, ഒരാളെ വ്യക്തിഹത്യ നടത്തിയത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അത് ഗൂഢാലോചനകളിലേക്കുള്ള അന്വേഷണം കടക്കും. അവിടേക്ക് പോകുമ്പോൾ ഇതിന്റെ പുറകിൽ കളിച്ച എല്ലാ ഓരോരുത്തരെയും പുറത്തേക്ക് വരും. അത് കേരളത്തിന്റെ ജനത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അസംതൃപ്തി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് രാഹുൽ മാങ്കൂട്ടം പ്രത്യേകിച്ച് പാലക്കാടിന്റെ മണ്ണിൽ നേരിടാത്തതിനുള്ള കാരണം. രാഹുലിന് അത്തരത്തിലൊരു എതിർപ്പും നേരിടേണ്ടി വരുന്നില്ല. രാഹുലിനെ എല്ലാവരും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥികൾക്കൊക്കെ രാഹുൽ കൂടെ വരിക, രാഹുൽ പ്രചരണത്തിന് മുന്നിട്ടിറങ്ങുക, രാഹുൽ അവരോടൊപ്പം വീട് കയറുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആത്മവിശ്വാസവും വലിയ ഊർജവും നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർക്കാർക്കും അസംതൃപ്തിയില്ല. ഇനി ഈ ചെന്ന് കയറുന്ന വീട്ടിലെ അവർക്കുമില്ല. അവരെല്ലാവരും രാഹുലിനോട് കുശലം പറയുന്നു, രാഹുലുമായി സംസാരിക്കുന്നു, രാഹുലിനോട് കാണുമ്പോൾ ആവേശം കാണിക്കുന്നു, സ്വീകരിക്കുന്നു. ഇതൊക്കെ അവരും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങൾക്കും പാലക്കാട്ടെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ഒക്കെ രാഹുൽ വേണം എന്നുള്ളതാണ് അവരുടെ ഒരു ലൈൻ. പിന്നെ ആർക്കാണ് അസംതൃപ്തി? അസംതൃപ്തി ഉള്ളത് മാധ്യമങ്ങൾക്കാണ്. കാരണം എന്താ? അവര് വലിയ ഒരു എന്താ പറയേണ്ടത്, അഹോരാത്രം ഒരുപാട് ദിവസം രാവും പകലും ഉറക്കമൊഴിച്ച് അവർ പണിയെടുത്തു. രാഹുലിനെ വേട്ടയാടാൻ അവർ മുന്നിൽ നിന്നു. വിവാദങ്ങൾ കൊഴുപ്പിക്കാൻ അവർ പലതും ഉണ്ടാക്കി, പല ശ്രമങ്ങളും നടത്തി, നിരന്തരമായ ചർച്ചകൾ നടത്തി, വിവാദങ്ങൾ കൊഴുപ്പിച്ച് അതിങ്ങനെ കത്തിപ്പിടിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. അതൊക്കെ ഒരു നിമിഷം ഇങ്ങനെ വെള്ളത്തിൽ വളിയിട്ട പോലെ ഇങ്ങനെ തകർന്നു പോകുന്നത് കാണുമ്പോ അവർക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. മനസ്സിന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാകും, ഒരു വേദനയുണ്ടാകും. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അസംതൃപ്തിയൊക്കെ പുറത്തേക്ക് വരുന്നത്. പിന്നെ രാഹുൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അത്രയേ ഉള്ളൂ. രാഹുൽ മാത്രമല്ല, പാലക്കാട്ടുകാരും അത് മൈൻഡ് ചെയ്യുന്നില്ല, കേരളത്തിലെ പൊതുസമൂഹം അത് മൈൻഡ് ചെയ്യുന്നില്ല. ഈ പറയുന്ന അന്തംഗമി അടിമകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റാരും ഇത് ഏറ്റുപിടിക്കാൻ മറ്റാരുമില്ല. എല്ലാവരും രാഹുലിന്റെ തിരിച്ചുവരവിന് വേണ്ടി അത്രയധികം മുറവിളി കൂട്ടുന്നവരാണ്, അത് ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ബാക്കിയുള്ളവർ. നമ്മൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തിയതാ, വീണ്ടും അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. കേരളത്തിന്റെ പൊതുസമൂഹം രാഹുലിന്റെ തിരിച്ചുവരവ്, അയാൾ ഒതുങ്ങിപ്പോകരുത് അല്ലെങ്കിൽ അയാൾ മാറ്റി നിർത്തപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ചവരാണ് കേരളത്തിന്റെ പൊതുസമൂഹം. അതുകൊണ്ട് തന്നെ രാഹുലും ആ കാര്യങ്ങളിലൊന്നും വലിയ ഒരു ശ്രദ്ധ നൽകാറില്ല എന്നുള്ളത് തന്നെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹൂ കെയേഴ്സ്, അത്രയേ ഉള്ളൂ. ആരാണ് ആര്? അത്രയേ ഉള്ളൂ. ഈ കെയറിങ് ഉണ്ടായത് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ്. അവർക്ക് എന്തായിരുന്നു കാര്യം? അവർക്ക് വാർത്തയായിരുന്നു, TRP റേറ്റിംഗ് ആയിരുന്നു, വ്യൂവർഷിപ്പ് ആയിരുന്നു അവരുടെ അജണ്ട.
കാരണം രാഹുൽ വിഷയത്തിൽ കിട്ടുന്ന ഒരു വ്യൂവർഷിപ്പ്, ഒരു TRP റേറ്റിംഗ് അത് മറ്റൊരു വിഷയത്തിലും ലഭിക്കുന്നില്ല. അത് ഈ വ്യൂവർഷിപ്പിന്റെ ഘടകങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കണ്ടന്റാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ മാറ്റി നിർത്താൻ ഇവരാരും തയ്യാറാവാത്തത്. ആ ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളിക്കാൻ, അതിനെ തീപിടിപ്പിക്കാൻ, അതിനെ വിവാദങ്ങളാക്കാൻ, അതിനെ വലിയ ശ്രദ്ധയുണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങളെയും ഈ അടിമകളെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാഹുൽ വിഷയത്തിൽ മറ്റാരും അസംതൃപ്തരല്ല, ആർക്കും അസ്വസ്ഥതയില്ല, ആർക്കും അസഹിഷ്ണുതയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഈ മാപ്രകൾ ഇന്നുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലും രാഹുൽ വീടുകൾ കയറുന്നതും രാഹുലിനെ സ്വീകരിക്കുന്നതും അവർ കാണിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇവർ വീണ്ടും പറയുന്നത്. ഇന്നലെ ഇപ്പോ ഈ സംസാരം നടക്കുന്ന സ്ഥലം എവിടെയാ? കണ്ണാടിയാ. കണ്ണാടി കുറച്ച് കാലങ്ങളായിട്ട് കണ്ണാടിയുടെ ചരിത്രത്തിൽ ഒരൊറ്റ തവണ മാത്രമേ ആ കണ്ണാടിയില് കോൺഗ്രസ് ഒരു തവണ മാത്രം കണ്ണാടി പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ തവണ മാത്രം അധികാരത്തിലെത്തിയ കോൺഗ്രസ്, ആ കണ്ണാടിയിൽ രാഹുൽ വീട് കയറുമ്പോ അസ്വസ്ഥത ഉണ്ടാവും. കാരണം കാര്യങ്ങൾ മാറി മറിയും. രാഹുൽ വലിയ സ്വാധീന ഘടകമാണ്. രാഹുൽ വലിയൊരു ഫാക്ടറാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വലിയ ഒരു ഫാക്ടറാണ്. പാലക്കാട് തന്നെ, അത് ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും ആണെങ്കിലും ഒക്കെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഹുൽ വലിയ ഒരു സ്വാധീനിക്കുന്ന വലിയ ഒരു ഘടകമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഇങ്ങനെ കയറി വോട്ട് പിടിക്കുന്നത് കാണുമ്പോൾ പലർക്കും അസ്വസ്ഥതയുണ്ടാകും. അപ്പോൾ അതിനിടയിൽ ഒരു കോലിട്ട് തിരിക്കുവാനുള്ള ശ്രമങ്ങൾ പലരും നടത്തും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതൊന്നും വലിയ കാര്യമല്ല. രാഹുൽ കുതിക്കുകയാണ് പാലക്കാടിന്റെ മണ്ണിലെ വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് രാഹുൽ മുൻപന്തിയിലുണ്ട്. UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം വീട് കയറാൻ, വോട്ട് പിടിക്കാൻ, വോട്ട് ചോദിക്കാൻ രാഹുൽ ഉണ്ട്. രാഹുൽ ഉണ്ടാവുകയും ചെയ്യും.